ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള റമളാൻ മജ്ലിസ് ക്വിസിലാണ് നമ്മളൊക്കെ ഉള്ളത്. വിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ അതിവേഗം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് തൗബയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അടയാളമാണ് തൗബ. വിശ്വാസിയുടെ അദബാണ് തൗബ എന്ന് പറയുന്നത്. നിരന്തരം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. കേവലമായ നമ്മുടെ നാവുകൾ കൊണ്ട് ഉരുവിടുന്ന വാക്കുകളാവരുത് തൗബ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തഹ്രീമിലൊരു വചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിഷ്കളങ്കമായി തൗബ ചെയ്ത് മടങ്ങണം എന്നതാണ്. മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആ വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് അവർ രണ്ടുപേരും ആ കനി കഴിച്ചപ്പോൾ അവർക്ക് അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുകയാണ്. ഉടനെ തന്നെ അള്ളാഹുവിൽ നിന്ന് തൗബയുടെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാണ്. മനസ്സറിഞ്ഞുള്ള ഖേദമാണ്, മടക്കമാണത്. അത് ആ ഒരു മടക്കമാണ് നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടത്. റമദാൻ എത്തുമ്പോൾ ഈ മാസത്തിൻ്റെ പേര് ഷഹ്റു അത്തൗബത്തി വൽ ഇസ്തിഗ്ഫാർ എന്നാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വരാൻ കാരണം? മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫമത്ത. ഒരു മനുഷ്യന് റമദാൻ എത്തിയിട്ടും അവൻ അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ പുറത്തു കൊടുക്കാനാണ് എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? അപ്പം അത്രയേറെ നമ്മുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരുന്ന, സ്വർഗ കവാടങ്ങൾ തുറന്നടപ്പെട്ടിട്ടുള്ള, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടുള്ള മഹിതമായ ഒരു മാസത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കൂ, ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആത്മാർത്ഥമായി കണ്ണുകൾ നിറഞ്ഞ് മനസ്സുകൾ വിങ്ങി അള്ളാഹുവിലേക്ക് അവർ കരം നീട്ടിയപ്പോൾ അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചില്ലേ? റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഉൽമ ചെയ്തു പോയി, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും റഹ്മാനേ എന്ന ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അത് സ്വീകരിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു ജാഹിലിയത്തിൻ്റെ കാലഘട്ടം ഉണ്ടാവും, അല്ലേ? ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്തു പോയ, ഒരുപാട് തെറ്റുകൾ, പാപങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ ഒക്കെ ചെയ്തു പോയ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അത്രയേറെ ഞാൻ ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്ന്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം ചെയ്ത ആളുകളെ നിരാശപ്പെടുത്തുകയല്ല, മറിച്ച് പ്രതീക്ഷയുടെ വചനങ്ങളാണ് അള്ളാഹു അവർക്ക് മുമ്പിൽ നിരത്തുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സൂമറിലൊരായത്തുണ്ട്, ഏവർക്കും പ്രതീക്ഷയേകുന്ന, എത്രയേറെ തെറ്റ് ചെയ്തു പോയവർക്കും പ്രതീക്ഷയേകുന്ന ഒരു വചനം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പരിധിയില്ലാതെ, അതിരില്ലാതെ പാപങ്ങൾ ചെയ്തു പോയവരെ, എൻ്റെ ദാസന്മാരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാകേണ്ടതില്ല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് റബ്ബ്. ഒന്നുപോലും പൊറുക്കാത്ത, എല്ലാം പൊറുക്കുന്ന. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ നീട്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബ് തീർച്ചയായും നമുക്ക് പുറത്തു തരിക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറുകളും എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ
നാളെ പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ ഈ റമളാൻ മജ്ലിസിലെ ചോദ്യം ഇതാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ പറയുന്ന ഒരായത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ എന്ന വചനം ശുദ്ധ ഖുർആനിലെ ഏത് അധ്യായത്തിലാണ് വന്നിട്ടുള്ളത്?